नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में स्वयं प्रकाश के बारे में पढ़ा और पार्टीशन नामक उनकी कहानी का कुछ भाग पढ़ा। यहाँ कहानी का प्रमुख पात्र है कुर्बान भाई। कुर्बान भाई कस्बे का सबसे शानदार व्यक्ति थे। यहाँ इस कस्बे का दिल है आज़ाद चौक। इस आज़ाद चौक पर ये कुर्बान भाई की एक छोटी सी किराने की दुकान है। उस दुकान में हर समय कुर्बान भाई सफ़ेद कमीज़ पैजामा पहन कर बैठे थे और 2-4 आने की सौदा सुलूफ मांगने के लिए बच्चों की भीड़ में घिरे कुर्बान भाई को हमें देख सकेंगे। यहाँ बच्चों की भीड़ नहीं तो दुकान पर बैठे कुछ लिखते होंगे। लिखते समय बार बार इस मोटे फ्रेम के चश्मे को उंगली से ऊपर चढ़ाते हैं और माथे पर बिखरे बालों को अपने दाएं और बाएं हाथ की उंगलियों से पीछे सहेजते थे। यदि आप यहाँ से इस कुर्बान भाई की दुकान से सौदा लेना चाहें तो आप सबका स्वागत है। कुर्बान भाई की दुकान की विशेषता, सबसे बड़ी विशेषता ये है कि सबसे वाजिब दाम है, सबसे ज़्यादा सही तौल है और शुद्ध चीज़ मिलते हैं। ये कुर्बान भाई की दुकान की विशेषता है। जिस चीज़ से कुर्बान भाई को खुद तसल्ली नहीं होगी तो वह ये कभी नहीं बेचेंगे। कभी धोखे से दुकान में आ भी गई तो चाहे पड़ी पड़ी सड़ जाए, आपको साफ मना कर देंगे। അപ്പോൾ കടയിൽ വന്ന് സാധനം എടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന് തൂക്കത്തിലായ വേറെ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ അത് എടുക്കാനായിട്ട് ഒരിക്കലും നമ്മുടെ കുർബാൻ ഭായി അനുവദിക്കില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതിനെ തടയുമെന്നാണ് പറയുന്നത്. അതുപോലെ മുളകിൻ്റെ കാര്യമായാലും എണ്ണയുടെ കാര്യമായാലും അത് ശരിയല്ല തോന്നുകയാണെങ്കിൽ അതെടുക്കാനായിട്ട് അനുവദിക്കാറില്ല. അതുപോലെ തന്നെ റേപ്പ് സീഡ് എന്ന് പറയുന്ന ഒരു തരം ഓയിൽ സീഡാണ്. അതവിടെ നിന്ന് കിട്ടും. എണ്ണ നല്ലതല്ലെങ്കിൽ അത് കിട്ടും. അതുപോലെ തന്നെ വിളക്ക് തിരി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ കുർബാൻ ഭായിയെ കുറിച്ച് അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. യഹി വജഹ ഹേ കി एक बार जो यहाँ से सामान ले जाता है दूसरी बार और कहीं नहीं जाता. നമ്മുടെ കുർബാൻ ഭായിയുടെ പ്രത്യേകത പറയുന്നത് യഹി വജഹ ഹേ കി, കാരണം കൊണ്ട്, വജഹ എന്ന കാരണം, ഈ കാരണം കൊണ്ട്. അതായത് ഏക് ബാർ ജോ യഹാം സേ സാമാൻ ലേ ജാത്താ ഹേ, ഒരു പ്രാവശ്യം ആരാണോ കുർബാൻ ഭായിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്, ദൂസരി ബാർ അവർ കഹി നഹി ജാത്ത, രണ്ടാമത്തെ പ്രാവശ്യം അവർ വേറെ എവിടെയും പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കുർബാൻ ഭായിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഈ വാങ്ങിച്ച ആളുകൾ അടുത്ത പ്രാവശ്യവും ഇവിടേക്ക് തന്നെ വരിക എന്ന് പറയുന്നത്. ദൂസരി ബാർ അവർ കഹി നഹി ജാത്ത, രണ്ടാമത്തെ പ്രാവശ്യം വേറെ എവിടേക്കും ഒരു പോകില്ല, ഇവിടേക്ക് തന്നെ വരുമെന്ന് പറയുന്നത്. യോം ചാരോ തരം ബടി ബടി ദുക്കാൻ ഹേ, സിന്ധിയോം കി മാർവാടിയോം കി. ഇപ്പോൾ നമ്മുടെ കുർബാൻ ഭായിയുടെയൊക്കെ ചോട്ടി സി കിരാനയ്ക്ക് ദുക്കാൻ ഹേ നമ്മൾ പറഞ്ഞു, ചെറിയൊരു കടയാണ്, വാടകയ്ക്ക് എടുത്ത കടയാണ്. ഇവിടെ പറയണ ഈ ചാരോ തരം 4 ഭാഗത്തും
ബഡി ബഡി ദുക്കാൻ ഹെ, വലിയ വലിയ കടകളുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കുർബാൻ ബേടയുടെ കടയുടെ 4 ഭാഗത്തും വലിയ വലിയ കടകളുണ്ട്. ആരുടെയൊക്കെയാണ്? സിന്ധി അംക്കി, മാർവാടി അംക്കി. സിന്ധികൾ അതുപോലെ തന്നെ മാർവാടികളിലൊക്കെ ഒരുപാട് വലിയ വലിയ കട 4 ഭാഗത്തുണ്ടെന്ന് പറയുന്നത്. पर കുർബാൻ ഭായി കാ മത്ലബ് ഹേസ് ഈമാൻദാരി. പക്ഷേ കുർബാൻ ഭായിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അർത്ഥമാക്കുന്ന അവിടെ ഈമാൻദാരി, അതായത് സത്യസന്ധതയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. കുർബാൻ ഭായിയുടെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്, എന്താണ്? ഈമാൻദാരി സേ, ഈമാൻദാരി, സത്യസന്ധനാണ് അദ്ദേഹം, സത്യസന്ധതയിലാണ് അവിടെ കച്ചവടം നടത്തുന്നത്. കുർബാൻ ഭായി കാ മത്ലബ് ഹേ ഉധാർ കി സുവിധ और ഭരോസ. ഇനി കുർബാൻ ഭായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദാർ കി സുവിധ, അതായത് കടം വാങ്ങിക്കാനുള്ള സൗകര്യം. ഉദാർ എന്ന് പറഞ്ഞാൽ വായ്പ അല്ലെങ്കിൽ കടം. അപ്പോൾ വായ്പ വാങ്ങിക്കാനുള്ള, അതായത് കടമായിട്ട് ആളുകൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. और ഭരോസ, വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അതായത് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഒരു പ്രാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചാൽ വീണ്ടും ആളുകൾ അവിടേക്ക് തന്നെ വരുന്നു, വേറൊരു കടയിലേക്കും പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? കുർബാൻ ഭായി കാ ഈമാൻദാരി, അതുപോലെ തന്നെ ഉദാർ കി സുവിധ और ഭരോസ. 3 കാര്യമാണ്. ഒന്നാമത്തെ സത്യസന്ധത എന്ന് പറയുന്നു, രണ്ടാമത്തെ വായ്പ കിട്ടുന്നുള്ള ആ ഒരു സൗകര്യം, സുവിധ എന്ന് പറഞ്ഞാൽ സൗകര്യം എന്നുള്ള അർത്ഥം. और ഭരോസ, ഭരോസ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഈ 3 കാര്യമാണ് അവിടെ കുർബാൻ ഭായിയുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർവാടികളിലെയും സിന്ധികളിലെയും വലിയ വലിയ കടകളുണ്ടെങ്കിലും ആളുകൾ അവിടേക്കൊന്നും തന്നെ പോകാറില്ല, കുർബാൻ ഭായിയുടെ കടയിലേക്കാണ് വരാറ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. കുർബാൻ ഭായി കാ മത്ലബ് ഹേ ഈമാൻദാരി, കുർബാൻ ഭായി കാ മത്ലബ് ഹേ ഉദാർ കി സുവിധ और ഭരോസ. ഈ 3 കാര്യം. लेकिन एक बात का ध्यान रखिएगा, जो सामान आप ले जा रहे हैं उसका लिफाफा या तौली बगैर देखे मत फेंकिएगा. फेंकना എന്ന് പറഞ്ഞാൽ ത്രോ ചെയ്യുക, വലിച്ചെറിയുക. ലേക്കിൻ ഏക് ബാത് കാ ധ്യാൻ രഖിയേഗ, പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? जो सामान आप ले जा रहे हैं उसका लिफाഫ, ലിഫാഫ എന്ന് പറഞ്ഞാൽ കവറാണ്. യാ തൈലി, തൈലി എന്ന് പറഞ്ഞാൽ സഞ്ചി. ബഗേർ ദേഖേ, ദേഖേ ബിന എന്നുള്ള അർത്ഥം, നോക്കാതെ, കാണാതെ. ബഗേർ എന്ന് പറഞ്ഞാൽ ബിന എന്നുള്ള അർത്ഥം, കൂടാതെ. മത് ഫേങ്കിയേക, വലിച്ചെറിയരുത്. പറയുന്നൊരു കാര്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഏക്ക് ബാത്ത് കാ ധ്യാൻ രഖിയേക, ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ വെക്കണം. ജോ സാമാൻ ആപ് ലേ ജാ രഹേ, ഏത് സാധനമാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത്, ഉസ്കാ ലിഫാഫ, അതിൻ്റെ കവറ് അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചി, ദേഖേ ബിന മത് ഫേങ്കിയേക, അത് നോക്കാതെ വലിച്ചെറിയരുത്. അതായത് സാധനം പൊതിഞ്ഞു തരുന്ന കവറ്, അതല്ലെങ്കിൽ അതിട്ട് തരുന്ന സഞ്ചി, ഇത് രണ്ടും നമ്മൾ നോക്കാതെ പുറത്തേക്ക് വലിച്ചെറിയരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. मुमकिन है उस पर कोई गुद्दार या गूंगार शेर लिखा हो. मुमकिन है, मुमकिन है ना स्वीकार करना. उस पर कोई गुद्दार या गूंगार, गूंगार या गुद्दार ने രക്തദാഹി ആയിട്ടുള്ള ഷേർ, കവിത, കവിതയുടെ വരിയാണത്. ഷേർ ലിഖാ ഹോ. അപ്പോൾ ആ വലിച്ചെറിയുന്ന കടലാസ്, അതായത് നമ്മളത് നോക്കിയിട്ടാണ് വലിച്ചെറിയാൻ, നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനം കൊണ്ടുപോകുന്ന ആ പൊതിഞ്ഞു തരുന്ന കവറോ അതല്ലെങ്കിൽ സഞ്ചിയോ നോക്കാതെ വലിച്ചെറിയത് കാരണം അതിൽ ആ കവറിൽ അദ്ദേഹത്തിൻ്റെ വളരെ നല്ല കവിതയുടെ ലൈനുകൾ അതിലുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞു കടയിൽ തിരക്കില്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നൊരു പണിയാണ് എഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ 1-2 വരികൾ, കവിതയുടെ വരികൾ ആ പേപ്പറിൽ അല്ലെങ്കിൽ കവറിലുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ना जाने कितने लोग कर हार गए कि गले में एक कापी रख ले, शेर होते ही फौरन उसमें दर्ज कर ले. ना जाने कितने लोग, എത്രയോ ആളുകൾ കർ ഹാർ ഗയേ, പറഞ്ഞ് പരാജയപ്പെട്ടതാ. അപ്പം എത്രയോ പ്രാവശ്യം ആളുകൾ
ഇതിനെക്കുറിച്ച് നമ്മുടെ കുർബാൻ ഭായിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. എന്താണ്? ഗല്ലേ മേ ഏക്ക് കാപ്പി രക്ലേ. ഗല്ലെന്ന് പറഞ്ഞാൽ ഷെൽഫ്. അപ്പോൾ ഒരു കോപ്പി ഏക്ക് കാപ്പി രക്ലേ, അതായത് എഴുതുന്ന ഈ കവിതകളുടെ ഷെയറിൻ്റെ ഈ കവിതകളുടെ ഒരു കോപ്പി അത് നമ്മുടെ ഷെൽഫിൽ വെക്കണമെന്ന് ആളുകൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഷെയർ ഹോത്തേ ഹി ഫൗരൻ ഉസ്മേ ദർജ് കർലേ. ഇനിയും നമ്മുടെ കവിതയുടെ ലൈൻ കിട്ടുകയാണെങ്കിൽ ഫൗരൻ പെട്ടെന്ന് അതിൽ തന്നെ ഉസ്മേ ദർജ് കർലേ. ദർജ് കർന എന്നാണ് കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ എഴുതുന്നത് ഒപ്പം കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, അത് കടയിലെ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കാതെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഷെൽഫിൽ വെക്കുകയാണെങ്കിൽ അടുത്തത് എഴുതുമ്പോൾ നമുക്കത് അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കുമെന്ന് ആളുകൾ എത്രയോ പ്രാവശ്യം ഇദ്ദേഹത്തോട് പറയുമായിരുന്നു. കുർബാൻ ഭായി സുൻത്തെ ഹേ സഹബ് മത് ബി ഹോ ജാത്തെ ഹേ जो चीज़ें खो गई उन पर दुखी भी होते हैं पर करते वही है. അപ്പോൾ ആളുകൾ പറയുന്നതൊക്കെ, അത് നമ്മൾ പറഞ്ഞ ആളുകൾ പറയുന്നുണ്ട്, അവർ പറഞ്ഞ് തോറ്റിട്ടുള്ള എന്ന് പറഞ്ഞു. കുർബാൻ ഭായി സുൻത്തെ ഹേ, ഈ ആളുകൾ പറയുന്നതൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. സഹമത് ബി ഹോ ജാത്തെ ഹേ, അതിനോട് യോജിക്കുന്നുണ്ട്. ജോ ചീസേ ഖോ ഖേയി ഉൻ പർ ദുഃഖി ബി ഹോത്തെ ഹേ. അപ്പോൾ ഏത് വസ്തുവാണ് അത് എഴുതിയിട്ടുള്ള കവിതയുടെ ആ പേപ്പർ ഖോ ഖേയി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉൻ പർ ദുഃഖി ബി ഹോത്തെ ഹേ, അതിൽ ദുഃഖം തോന്നുന്നുണ്ട്. പർ കർത്തേ വഹി ഹേ, പക്ഷെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യം തന്നെ വേണ്ടി ചെയ്യുന്നത്. ഒന്നും അദ്ദേഹം എടുത്തു വയ്ക്കാറില്ല, ആ സാധനങ്ങൾ പൊതിഞ്ഞെടുക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാം കേൾക്കുന്നുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ ഇത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ട്. പക്ഷേ വീണ്ടും ചെയ്യുന്നത് എന്താണ്? പർ കർത്തേ വഹി ഹേ, വഹി കർത്തേ ഹേ, പക്ഷെ അദ്ദേഹം അത് തന്നെയാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേരാ ബി ഇസ് ശാന്തർ ആദ്മി സേ ഇസി തരെ പരിചയ ഹുവ. അപ്പോൾ സ്വയം പ്രകാശ് പറയണ മേരാ ബി ഇസ് ശാന്തർ ആദ്മി സേ ഇസി തരെ പരിചയ. ഞാൻ ഈ വ്യക്തിയെ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയും മികച്ചൊരു മനുഷ്യനെ ഈ തരത്തിലാണ് ഞാൻ പരിചയപ്പെട്ടത്. ഇപ്പോൾ കുർബാൻ ഭായിയെ പരിചയപ്പെട്ട ഒരു ഭാഗമാണ് പറയുന്നത്. दफ्तर से लौटते हुए कुर्बान भाई की दुकान से कोई चीज़ लेकर आया. लिफाफे पर लिखा था बुझा सकता हूँ मंगारे अभी आंखों में पानी है. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടാണ് പറയുന്നത്. നമ്മുടെ സ്വയം പ്രകാശ് ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ട ഭാഗമാണ്. ദഫ്തർ സേ ലൗട്ടേ ഹുയേ, അതായത് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് കുർബാൻ ഭായിക്ക് ദുക്കാൻ സേ, നമ്മുടെ കുർബാൻ ഭായിയുടെ ആസാ ചൗക്കിലുള്ള നമ്മുടെ കുർബാൻ ഭായിയുടെ ചെറിയ കടയിൽ നിന്ന് കോയി ചീസ് ലേഖറായ, എന്തോ സാധനം അദ്ദേഹം വാങ്ങിച്ചു വന്നതാണ്. ഉസ് ലിഫാഫെ പർ ലിഖാത്ത, ആ ലിഫാഫയുടെ പുറത്ത് അല്ലെ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു കവിതയുടെ ലൈനാണ്. ബുജാ സക്താഹേ അങ്കാരെ അഭി ആങ്കോ മേ പാനി ഹേ. അങ്കാരെ ബുജാ സക്താഹും, തീപ്പൊരി അണയ്ക്കാനായിട്ട് സാധിക്കും. അഭി ആങ്കോ മേ പാനി ഹേ, നമ്മുടെ കണ്ണിലെ വെള്ളമുണ്ടെങ്കിൽ തീപ്പൊരി ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ലൈൻ, ഒരു കവിതയുടെ ലൈനാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവിടെ പരിചയപ്പെടുന്നതെന്ന് പറയാം. ഔർ ഈ ആദമി ആജ് ബി चार चार आने के सौदे तौल रहा है और क्यों तौल रहा है इसकी भी एक कहानी है. ഇപ്പം നമ്മൾ ശുദ്ധമായ നമ്മൾ പറയുന്നുണ്ട് തൂക്കം, കൃത്യമായിട്ടുള്ള തൂക്കമാണ് സഹി തൗൽ, കൃത്യമായ തൂക്കം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല, കുറവുമില്ല കൂടുതലില്ല, കറക്റ്റാണ് തൂക്കുന്നത്. സഹി തൗലാണ്, കൃത്യമായിട്ടുള്ള തൂക്കമാണ്. അപ്പോൾ ഇവിടെ 2 അണയുടെ ആയാലും 4 അണയുടെ ആയാലും തൂക്കിയിട്ടേ ഇയാൾ സാധനം കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അവർ ഈ ആദമി ആജ് ബി, ഈ മനുഷ്യൻ ഇന്നും 4 ആനയ്ക്ക് സൗദേ തോൽ രഹാ ഹേ, 6 അണയുടെ 4 അണയുടെ സാധനങ്ങളായാലും തൗൽ രഹാ ഹേ തൂക്കി കൊടുക്കുള്ളൂ. അവർ ക്യോം തൗൽ രഹാ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തൂക്കി കൊടുക്കുന്നത്? 4 അണയുടെ സാധനം ആയാലും അദ്ദേഹം തൂക്കിയിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറയാം. ഇസ്കി ബി ഏക്ക് കഹാനി ഹി, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ കുർബാൻ ഭായിയുടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്വയം പ്രകാശ് എന്ന് പറയുന്ന ലേഖകൻ നമ്മുടെ കുർബാൻ ഭായിയെ കണ്ടുമുട്ടിയതാണ് ഇവിടെ പറഞ്ഞത്. काम करने के बाद दफ्तर से लौटते समय कुर्बान भाई की दुकान से कोई चीज़ लेकर आया. उसका लिफाफे में लिखा था बुझा सकता हूँ अंगारे अभी आंखों में पानी है. അങ്ങനെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, 4 അണയുടെ സാധനമായാലും അദ്ദേഹം തൂക്കിയേ കൊടുക്കുള്ളൂ. നമ്മൾ നേരത്തെ 3 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു കാര്യം നമ്മൾ പറഞ്ഞു വാജിബ് ദാമാണ്, ന്യായമായ വിലയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സബ്സെ ജ്യാദ സഹി തൗൽ, കൃത്യമായ തൂക്കമാണ്, ശരിയായ തൂക്കമാണ്. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് ശുദ്ധ ചീസ്, നല്ല സാധനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തൂക്കി കൊടുക്കുന്നത് എന്നുള്ളതിന് ഒരു കഥയുണ്ട്. സ്കിബിയക്ക് കഹാനിഹി, അതിനൊരു കഥയുണ്ടെന്നാണ് പറയുന്നത്. എന്താന്ന് നോക്കാം. കുർബാൻ ഭായി കെ പിതാ കാ അജ്മേർ മേ രംഗ് കാ ലംബാ ചൗഡ കാരോബാർ ഥാ. കുർബാൻ ഭായിയുടെ അച്ഛനെ അജ്മേറിലെ രംഗ് കാ ലംബ ചൗഡ കാരോബാർ ഥാ, അതായത് ഈ കളറുകളുടെ, അതായത് നല്ല വലിയൊരു വ്യവസായം, കച്ചവടം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദോ ബഡേ ബഡേ മക്കാൻ തേ, 2 വലിയ കെട്ടിടം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹവേലിയും കഹ്ന ചാഹിയെ, ആ വലിയ കെട്ടിടം, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ പറയാം മാളിക അല്ലെങ്കിൽ ബംഗ്ലാവ് എന്ന് പറയാം, അതുപോലത്തെ 2 വലിയ കെട്ടിടങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ നമ്മൾ പറയാം പെയിൻറ്റ് കട എന്ന് വേണമെങ്കിൽ പറയാം. ഹവേലിയ കഹ്ന ചാഹിയെ, അപ്പോൾ അതിനെ നമ്മൾ പറയാം വലിയ വീട് എന്ന് പറയുന്നതിനപ്പുറം അതിനെ മാളിക എന്നോ അല്ലെങ്കിൽ ബംഗ്ലാവ് എന്നൊക്കെ പറയാൻ പറ്റും. ഹവേലി എന്ന് പറഞ്ഞാൽ മാളികയാണ്. നയ ബാസർമേ ഗു ബഡി ദുഖാൻ തീ, പുതിയ മാർക്കറ്റിൽ അദ്ദേഹത്തിന് ഒരുപാട് വലിയ കടകളുണ്ടായിരുന്നു. ബാരഹ് നൗക്കർത്തേ, 12 വേലക്കാരുണ്ടായിരുന്നു, സെർവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ കുർബാൻ ഭായിയുടെ അച്ഛനെക്കുറിച്ചാണ് പറയുന്നത്. വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു, വലിയ ഒരു വ്യവസായം തന്നെ, കച്ചവടം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ വീടുകളുണ്ടായിരുന്നു, കണ്ടു കഴിഞ്ഞാൽ വലിയ മാളിക പോലെ തോന്നുന്ന വീടുകൾ. അതുപോലെ തന്നെ പുതിയ മാർക്കറ്റിലാണെങ്കിൽ വലിയ കടയുണ്ടായിരുന്നു. അതുപോലെ കടയിൽ ബാരഹ് നൗക്കർത്തെ, ഒരു 12ഓളം വേലക്കാരുണ്ടായിരുന്നു. घर में बगदी तो थी ही, एक बेबी ऑस्टिन भी थी जो സൈർ पर जाने के काम आती थी. ഇനി വീട്ടിലാണെങ്കിൽ ബഗ്ദി തോതി, ബഗ്ദി എന്ന് പറഞ്ഞാൽ സഹായി. അപ്പോൾ വീട്ടിൽ അതിൽ സഹായിക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു. ഏക്ക് ബേബി ഓസ്റ്റിൻ भी थी जो സൈർ पर जाने के काम आती थी. അതുപോലെ തന്നെ ഒരു സഹായിയാണ് ബേബി ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്നും യാത്ര ചെയ്യുന്ന അങ്ങനെയുള്ള ജോലികളാണ് ചെയ്തിരുന്നത്. സംയുക്ത പരിവാർത്ത, ഇനി ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. പിതാ മൗലാന ആസാദ് കെ രൗധായോമേം സേഥെ, അച്ഛൻ മൗലാന ആസാദ് കെ രൗധായോമേ, അതായത് സ്വാതന്ത്ര്യ സ്നേഹികളിൽപ്പെട്ടുള്ള ഒരാളായിരുന്നു. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, രൗധായി എന്ന പ്രേമിയോ, അത് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു നമ്മുടെ അച്ഛനായിട്ടുള്ള മൗലാന. ബഡേ ബഡേ ലീഡർ ഓർ ഷായർ ഘർ ആക്കർ ടഹർത്തേതെ, ഇനി വലിയ വലിയ നേതാക്കന്മാരും, ഷായർ എന്ന് പറഞ്ഞാൽ കവികൾ, അപ്പോൾ വലിയ വലിയ നേതാക്കന്മാർ അതുപോലെ തന്നെ കവികളൊക്കെ വീട്ടിൽ വന്നിട്ട് താമസിക്കാറുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ മൗലാന ആസാദ് കെ രൗധായോമേ സേഥേ ബഡേ ബഡേ ലീഡർ അവർ ഷായർ ഗർ ആക്കർ ടഹർത്തേത്തെ, വലിയ വലിയ നേതാക്കന്മാരും അതുപോലെ തന്നെ കവികളൊക്കെ അന്നത്തെ കാലത്ത് ഇവരെ വീട്ടിൽ വന്നിട്ട് താമസിച്ചിരുന്നു. കുർബാൻ ഭായി ഉസ് വക്ത് അലിഗഡ് യൂണിവേഴ്സിറ്റി മേ പഠ് രഹേ ഥേ, കുർബാൻ ഭായി പഠിക്കുകയാണ് ആ സമയത്ത്. അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ന ഭവിഷ്യക്ക് ചിന്താതി ന ബുഡാപ്പേക്ക ഡർ, ഭാവിയെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ ബുഡാപ്പേക്ക ഡർ, അതായത് വയസ്സാവുന്നുള്ള പേടിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരായാലും കവികളായാലും, അതായത് സ്വാതന്ത്ര്യ സ്നേഹികളായിട്ടുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ആളുകളെ അല്ലെങ്കിൽ നേതാക്കന്മാരെ
അതുപോലെ വലിയ വലിയ കവികളൊക്കെ അവിടെ നിന്ന് താമസിച്ചിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ കുർബാൻ ഭായി അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അതുപോലെ എന്നാ ബുട്ടാപ്പേക്ക ഡർ, അതായത് പ്രായമാവും അല്ലെങ്കിൽ എന്താ പറയുക വയസ്സാവുന്നുള്ളൊരു പേടിയൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. മജേസെ ജിന്ദഗി ഗുജറഹീദി, വളരെ രസമായിട്ട് വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തയുണ്ടായിരുന്നില്ല. ഇഷ്ക്, ഷായരി, ഹോസ്റ്റൽ, ഖാബ്, എന്തൊക്കെയാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്? ജീവിതം ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി രസകരമായിട്ടുള്ള ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇഷ്കുണ്ട്, പ്രേമമുണ്ട്, കവിതകളുണ്ട്, ഹോസ്റ്റലുണ്ട്, ഖ്വാബ് സ്വപ്നങ്ങളുണ്ട്. ഇത് മാത്രം അന്ന് ചിന്തയുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ചോ ഓൾഡ് ഏജിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള ചിന്തകളൊന്നും തന്നെ പേടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിതം അടിച്ചു പൊളിച്ചങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ പാർട്ടീഷൻ നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുന്നത് നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തബി പാർട്ടീഷൻ ഹോ ഗയ, ആ സമയത്താണ് എന്തുണ്ടായത്? പാർട്ടീഷൻ ഉണ്ടായത്, വിഭജനം. ദംഗെ ഹോ ഗയേ, ലഹളയുണ്ടായി. ദൂക്കാൻ ജലാദി ഗയി, കട കത്തിച്ചു. ദംഗ എന്ന് പറഞ്ഞാൽ ലഹള, വിപ്ലവം. റിശ്തേദാർ പാകിസ്ഥാൻ ഭാഗ് ഗയേ, ദോ ഭായി കത്ൽ കർ ദിയേ ഗയേ. ഇപ്പോൾ ഇവിടെ പാർട്ടീഷൻ നടക്കുന്ന ഈ സമയത്ത്, വിഭജനം നടക്കുന്ന ഈ സമയത്ത് ഒരുപാട് ലഹള ഉണ്ടായി, കടകൾ കത്തിച്ചു. റിശ്തേദാർ റിലേറ്റീവ്സ് പാകിസ്ഥാൻ ഭാഗയെ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. ദോ ഭായി കത്തിൽ കർ ദിയേ ഗയേ, 2 സഹോദരന്മാരെ കൊല ചെയ്യപ്പെട്ടു. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സംയുക്ത പരിവാറായിരുന്നു, ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, കൂട്ടുകുടുംബമാണ്. ഇതിനിടയ്ക്കാണ് പാർട്ടീഷൻ നടക്കുന്നത്. പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയമാണ്. ഒരുപാട് അതിൻ്റെ പേരിൽ ഒരുപാട് ലഹളകളുണ്ടായി, കടകൾ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ ബന്ധുക്കളൊക്കെ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. 2 സഹോദരന്മാരോടെ കത്തൽ കർഡിയെ, കത്തൽ കർണാണ് ഹത്യ, അതായത് കൊല ചെയ്യപ്പെടുക. പിതാനെ സദ്മേസെ കെട്ടിയ പക്കട്ലി ഓർ മർഖേ, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നതാണ്, ഒരുപാട് വലിയ വീടുകളും ബംഗ്ലാവുകളും കടകളും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. വലിയ കച്ചവടക്കാരനായിരുന്നു, ഫേമസ് ആയിരുന്നു. അങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാർ വന്ന് താമസിച്ചിരുന്ന വീടാണ്, കവികൾ വന്നിട്ട് താമസിച്ചിരുന്ന വീടാണ്. അങ്ങനെയുള്ള ഈ വീട്ടിൽ പ്രശ്നങ്ങളായി, കട കത്തിച്ച് കളഞ്ഞു, റിലേറ്റീവ്സ് പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി, 2 സഹോദരന്മാർ കൊല ചെയ്യപ്പെട്ടു. പിതാനെ സത്മേസെ, അച്ഛൻ ദുഃഖത്തോടുകൂടെ, ഗട്ടിയ പക്കട്ലി, കിടപ്പിലായി. ഗട്ടിയ പക്കട്ലി കട്ടിൽ പിടിച്ചു എന്നാണ് അവിടെ കിടപ്പിലായി, കിടപ്പ് രോഗിയായിട്ട് മാറി. അവർ മർഗയെ, അവസാനം അദ്ദേഹം മരിച്ചുപോയി. നൗക്കർ ഘർ കി പൂഞ്ചി ലേക്കർ ഭാഗ് ഗയേ, ഘർ കി പൂഞ്ചി, പൂഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റല്, മൂലധനം. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സ്വത്തുമായിട്ട് വേലക്കാർ നാട് വിട്ടു. നൗക്കർ ആരാണ്? ഗർക്കി പൂഞ്ചി ലേക്കർ ഭാഗേ കോൻ നൗക്കർ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവുമായിട്ട് വേലക്കാർ മൂടി രക്ഷപ്പെട്ടു. ബച്ചേ ഗുച്ചോം കോ ലേക്കർ അപ്നെ ജാൻ ലിയേ ലിയേ കുർബാൻ ഭായി നാഗൗർ ചലേ ഗയേ. ബച്ചേ കുച്ചോം കോ ലേക്കർ, അവശേഷിച്ചതുമായിട്ട്, മിച്ചം കിട്ടിയ സാധനങ്ങളുമായിട്ട്, അവശേഷിച്ച സാധനമായിട്ട്, ശേഷിച്ച സാധനങ്ങളുമായിട്ട്, അതായത് ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ വേലക്കാരും കൊണ്ടുപോയി. അങ്ങനെ ശേഷിച്ചതുമായിട്ട് അപ്പിനെ ജാൻ ലിയേ ലിയേ, സ്വന്തം ജീവനുമായിട്ട് കുർബാൻ ഭായി നാഗോർ ചലേഗെ, കുർബാൻ ഭായി നാഗോറിലേക്ക് പോയി. വഹാം സെ മേഡ്ത സെ ടാക്ക്, നാഗോറിലേക്ക് പോയി, നാഗോറിൽ നിന്ന് മേഡ്തയിലേക്ക് പോയി, മേഡ്തയിൽ നിന്ന് ടാക്കിലേക്ക് പോയി. കഹാം ജായെ, എവിടെ പോകണം. കഹാം സിർ ചിബായെ, എവിടെ തല ഒളിപ്പിക്കും. ക്യാ പാകിസ്ഥാൻ ചലേ ജായേ, എന്താ പാകിസ്ഥാനിലേക്ക് പോയ. നഹി ഗയേ, അദ്ദേഹം പോയില്ല.
അപ്പോൾ സ്വന്തം ജീവനുമായിട്ട് അവശേഷിച്ച ജീവനുമായിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടത് നാഗോറിലേക്കാണ്. അവിടുന്ന് മേഡത്തിലേക്ക് പോയി, മേഡത്തിൽ നിന്ന് ടാക്കിലേക്ക് പോയി. എവിടേക്ക് പോകണം, എവിടെ ഒളിക്കണം, എന്തിനാണ് പാകിസ്ഥാനിൽ പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ നഹീങ്കയെ കുർബാൻ ഭായി പാകിസ്ഥാനിലേക്ക് പോയില്ല. ക്യോംകി ജോഷ് നഹീങ്കയെ, അദ്ദേഹത്തിന് പോകാനുള്ള ഉത്സാഹം ഉണ്ടായിരുന്നില്ല, ആവേശം ഉണ്ടായിരുന്നില്ല. ക്യോംകി സുരയ്യ നഹീങ്കയെ, അദ്ദേഹം അവിടേക്ക് സുരയിലേക്കും പോയില്ല. ക്യോംകി കുർബാൻ ഭായി കോ അച്ഛേ ലഗ്നെ വാലെ ബഹുത് സെ ലോഗ് നഹീങ്കയെ, കുർബാൻ ഭായിക്ക് നല്ല ആളുകളാണ് തോന്നുന്ന അങ്ങനെയുള്ള കുറേ ആളുകൾ, ബഹുത് സെ ലോഗ് നഹീങ്കയെ, ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പോയില്ല. തോ കുർബാൻ ഭായി ക്യോം ജാത്തെ, പിന്നെന്തിനാണ് കുർബാൻ ഭായി പോകേണ്ടത്? അപ്പോൾ ഇവിടെ പാർട്ടീഷൻ കെ സമയമേ ബഹുത്ത് അധികം ദംഗെ ഹോകെ, ഒരുപാട് വിപ്ലവം, ഒരുപാട് ലഹള ഉണ്ടായി. അവിടെ കട കത്തിച്ച് കളഞ്ഞു. റിശ്തേദാർ റിലേറ്റീവ്സ് പാകിസ്ഥാനിലേക്ക് പോയി. 2 സഹോദരന്മാർ കൊല ചെയ്യപ്പെട്ടു. അച്ഛൻ കിടപ്പ് രോഗിയായി. അങ്ങനെ അദ്ദേഹം മരിച്ചു. ഉള്ള സമ്പാദ്യവുമായിട്ട് വേലക്കാർ ഓടി രക്ഷപ്പെട്ടു. ബാക്കി അവശേഷിച്ച സ്വന്തം ജീവനും മുറുകെ പിടിച്ച് അദ്ദേഹം നാഗൗറിലേക്ക് പോയി. അവിടുന്ന് മേഡത്തിലേക്ക് ടാക്കിലേക്ക്. എവിടെ പോകണം, എവിടെ ഒളിക്കണം, എന്തിനാണ് പാകിസ്ഥാനിലേക്ക് പോകണത്, അങ്ങനെ ചിന്തയ്ക്ക് വന്ന് പോകാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യം തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരുപാട് ആളുകൾ ഇവിടുന്ന് പോയിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ പോകുന്നത് എന്ന് അദ്ദേഹം ആ സമയത്ത് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുർബാൻ ഭായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കടയിലെ പ്രത്യേകത നമ്മൾ ആദ്യം ഒരു 2-3 കാര്യം പറഞ്ഞു. ന്യായമായ വില, അതുപോലെ തന്നെ കൃത്യമായ തൂക്കം, നല്ല സാധനം. അതിനോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഏക് ബാർ കുർബാൻ ഭായിക്ക് ദുക്കാൻ സേ സാമാൻ ലേ ജാതാ ഹേ തോ ये लोग दूसरी बार और कहीं नहीं जाता. ഒരു പ്രാവശ്യം കുർബാൻ ഭായിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ആളുകൾ ഒരിക്കലും അടുത്ത പ്രാവശ്യം വേറൊരു കടയിലേക്ക് പോകില്ല. പോകാനായിട്ട് അവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു പറഞ്ഞു. സിന്ധിയം കി और മാർവാടിയം കി ബഡി ബഡി ദുക്കാൻ ഹേ ചാരോം തരഫ്. ഈ കുർബാൻ ഭായിയുടെ കടയുടെ 4 ഭാഗത്തും സിന്ധികളിലെയും മാർവാടികളിലേക്ക് വലിയ വലിയ കടകളുണ്ടായിരുന്നു. പോകണമെങ്കിൽ അവിടേക്ക് പോകാമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ആളുകൾ പിന്നെ അങ്ങോട്ട് പോകാറില്ല, തിരിച്ച് ഇവിടെ തന്നെയാണ് വരാറെന്ന് പറയുന്നത്. അതിനുള്ള കാരണം ഇവിടെ പറയുന്നുണ്ട്, കുർബാൻ ഭായിക്ക് ഈമാൻദാരി, ഉദാർ കി സുവിധ और ഭരോസ, ഈ 3 കാര്യം കൊണ്ടാണ് ഒരിക്കൽ വന്ന ആളുകൾ വീണ്ടും അവിടേക്ക് തന്നെ വരുന്നു എന്ന് പറയുന്നത്. ഏതാണ് 3 കാര്യം? ഈമാൻദാരി, ഉദാർ കി സുവിധ, ഭരോസ. സത്യസന്ധത, കടം കിട്ടുമെന്നുള്ള കടം കിട്ടാൻ വാങ്ങിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വിശ്വാസം. ഈ 3ഉം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചതിക്കപ്പെടില്ല എന്ന് ആളുകൾക്കറിയാം. ഒരു വിശ്വാസം ആളുകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ കടയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, दुकान से सामान आप ले जा रहे हैं तो उसका लिफाफा या थैली बाहर नहीं फेंकना चाहिए. ആ സാധനം കവറായാലും സഞ്ചി നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയരുത്. കാരണം അതിൽ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ബീഡ് നഹി ഹോങ്കി തോ, തിരക്കില്ലെങ്കിൽ ഉക്കുടും ബേട്ടെ കുച്ച് ലിഖ്തേ ഹോങ്കെ എന്ന് പറഞ്ഞു. അവിടെ മുട്ടും വരുന്ന അദ്ദേഹം എന്തെങ്കിലുമൊക്കെ എഴുതുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ആ എഴുതുന്ന കവിതകളാണ് ഷേർ ലിഖാ ഹോത്താ ഹേ, അതായത് വരികളാണ്, അതായത് കവിതകളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇത് കാണുമ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, ഗല്ലമേക്കു കാപ്പി രക്ലേ, ഷെൽഫിൽ എൻ്റെ ഒരു കോപ്പി വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീണ്ടും എഴുതാനായിട്ട് വന്നു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ അത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ കവിതയായിട്ട് പുറത്തിറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി അത് കളക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞാലും ഇത് പറയുന്നതൊക്കെ കുർബാൻ ഭായി സുൻതേഹെ, ആളുകൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഉസ്കി സഹമത് ബി കത്തേഹെ, അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും അദ്ദേഹം ചെയ്യുന്നതെന്നാണ്, പർ കർത്തി മഹീഹെ, അത് തന്നെ അദ്ദേഹം ആദ്യം എന്താണ് ചെയ്തിരുന്നത്,
അതുപോലെ തന്നെ പൊതിഞ്ഞ സാധനങ്ങൾ കൊടുത്ത് വിടുമായിരുന്നു. ഇനി യഹാ സ്വയം പ്രകാശ് കി പരിചയ്, നമ്മുടെ ലേഖകൻ ഇവിടെ നമ്മുടെ കുർബാൻ ഭായിയെ പരിചയപ്പെടുന്നുണ്ട്. ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ കുർബാൻ ഭായിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു. ആ സമയത്ത് അതിൻ്റെ മുകളിലേക്ക്, ആ കവറിൻ്റെ മുകളിൽ, പൊതിഞ്ഞ് തന്ന കവറിൻ്റെ മുകളിൽ ഒരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കുർബാൻ ഭായിയെ ഇവിടെ ലേഖകൻ അവിടെ പരിചയപ്പെടുന്നത്. പിന്നെ ഒരു പ്രത്യേകത, 4 അണയുടെ സാധനം ആയാലും അദ്ദേഹം കൃത്യമായിട്ട് തൂക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതായത് തൂക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, കൃത്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ തൂക്കം. അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഇനി അതിന് ശേഷം വരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കുറച്ച് സംഭവങ്ങളാണ്. വലിയ വീടാണ്, വലിയ സൗകര്യങ്ങളോടുകൂടി വളർന്നതാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ നേതാക്കന്മാരും അതുപോലെ തന്നെ കവികളൊക്കെ വന്ന് താമസിക്കാറുണ്ട്. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കുടുംബമാണ്. അദ്ദേഹമാണെങ്കിലോ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്വപ്നവും കവിതയും പ്രേമവും ഹോസ്റ്റൽ ജീവിതം എല്ലാമായിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് കഴിയുന്ന സമയത്താണ് പാർട്ടീഷൻ വന്നത്. ഒരുപാട് ലഹളകളുണ്ടായി, അത് കടകൾ കത്തിച്ചു. അങ്ങനെ റിലേറ്റീവ്സ് പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. 2 ഭായിക്ക് ഹത്യ ഹോ ഗയേ, 2 പേര് കൊല ചെയ്യപ്പെട്ടു. ഉസ്ക പിതാബി മർ ഗയേ, അച്ഛനവിടെ മരിച്ചു. ആരും ഇല്ലാതായപ്പോൾ നൗക്കർ ഗക്കി പൂഞ്ചി ലേക്കർ ഭാഗേ, വീടിൻ്റെ താക്കോലുമായിട്ട് എന്താ പറയുക, ഉള്ള സമ്പാദ്യവുമായിട്ട് ഇവിടെ വേലക്കാർ ഓടി രക്ഷപ്പെടുകയാണ്. അതുമാത്രമല്ല, ഉള്ളതുമായിട്ട് അതായത് സ്വന്തം ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ്. പിന്നെ അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്തിനാണ് ഞാൻ ഇവിടുന്ന് പോകേണ്ടത്, എന്തിനാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വരികയാണ്. എന്തിനാണ് ഞാൻ പാകിസ്ഥാനിൽ പോകണം, റിലേറ്റീവ്സ് അവിടേക്കാണ് ഓടിപ്പോയത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, കുർബാൻ ഭായി ക്യോം ചാത്തെ, എങ്കിൽ കുർബാൻ ഭായി എന്തിനാണ് പോകുന്നതെന്നവിടെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളുടെ തുടർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.